ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രോഗ സ്റ്റുഡിയോസ്. എല്ലാവർക്കും പുതിയൊരു ലെസണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രാസ് വാട്ടർ ടാപ്പിനെ കുറിച്ചാണ്. സോ അതിൻ്റെ ഷെയ്ഡിങ് കാര്യങ്ങൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാം അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ലെസൺ നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ എന്ത് ഡ്രോയിങ്ങിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്താലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ റെഫറൻസ് എടുക്കാന്നുള്ളത്. നമുക്ക് റെഫർ ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ആ ടാപ്പ് ഇരിക്കുന്നത്, ബ്രാസിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചുള്ള നല്ലൊരു സ്റ്റഡിയാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. സോ അതിനെക്കുറിച്ച് നമുക്കൊരു ബെറ്റർ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ഒബ്ജക്റ്റ് നമുക്ക് വരച്ചുണ്ടാക്കാൻ പറ്റും. സോ ഇതുപോലുള്ള ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ, വലിയ സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ മാറ്റ് പെയിൻറ്റിങ്ങോ ആയിട്ടുള്ള വലിയ സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും. സോ അത് പ്രാക്ടീസ് ചെയ്യാം. സോ റെഫറൻസ് എടുക്കുക, അതനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. സോ ഏകദേശം നമ്മുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ട്, നമ്മുടെ ടാപ്പിൻ്റെ ഷേപ്പിൽ ഓക്കെ ആയി. സോ അതിനുശേഷം ഞാനൊരു പുതിയ ലെയർ എടുത്തിട്ട് നമ്മളതിൽ ഞാൻ സോൾഡ് കളറ് ഫില്ല് ചെയ്യാൻ പോകും. അതിനുവേണ്ടി നമ്മൾ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് വരച്ച ഷേപ്പിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മൾ ഷാർപ്പായിട്ടുള്ള ഒരു ഷേപ്പ് വരച്ചുണ്ടാക്കും. സോ അതിൽ വേണം നമുക്ക് കളർ ഫില്ല് ചെയ്യാനായിട്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ പെൻ ടൂൾ എടുക്കുക. പെൻ ടൂൾ വെച്ചിട്ട് നമ്മൾ നേരത്തെ വരച്ച പൈപ്പിൻ്റെ അതേ ഔട്ട്ലൈനിൽ കൂടെ തന്നെ നമ്മൾ ഒന്നുകൂടെ വരച്ച് പെൻ ടൂൾ ക്ലോസ് ചെയ്യുക. സോ പെൻ ടൂൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൺട്രോൾ എൻ്റർ ആക്കി കഴിഞ്ഞാൽ പെൻ ടൂൾ ക്ലോസ് ആവും. സോ അതിനുശേഷം നമുക്ക് അതിൻ്റെതൊക്കെ ഒരു കളർ, ഞാനൊരു ഗ്രേ കളറാണ് ഫില്ല് ചെയ്യുന്നത്. സോ നിങ്ങൾ ഗ്രേ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബക്കറ്റ് ടൂൾ വെച്ചിട്ട് നിങ്ങൾ വരച്ച ഷേപ്പിൻ്റെ മുകളിൽ നമ്മളത് ഫില്ല് ചെയ്യുക. സോ അവിടെ എല്ലാം ഗ്രേ ആവും. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഏരിയയിലെല്ലാം നമുക്ക് ഗ്രേ കളർ ഫില്ല് ആവും. സോ അത് പർട്ടിക്കുലറായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സിംഗിൾ ലെയറിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. സോ നമ്മൾ പെൻ ടൂൾ കൊണ്ട് നമ്മൾ ഷേപ്പുകളെല്ലാം വരച്ചു കഴിഞ്ഞു. സോ ഷേപ്പ് ഫുൾ സെറ്റായിട്ടുണ്ട്. സോ മുകളിൽ കാണുന്നത് നിങ്ങളുടെ ആദ്യത്തെ നമ്മൾ വരച്ച ഔട്ട്ലൈനാണ്. താഴെ കാണുന്നത് നമ്മൾ പെൻ ടൂൾ വെച്ച് ഗ്രേ കളർ കൊടുത്ത സിംഗിളായിട്ടുള്ള സോൾഡായിട്ടുള്ളൊരു കളർ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഞാൻ എന്താ വെച്ചാൽ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഷാർപ്പായിട്ട് വേണ്ട ഏരിയകളിലെല്ലാം നമ്മൾ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് ഒരു സേഫായിട്ടുള്ള ഏരിയ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ പെയിൻ ടൂൾ യൂസ് ചെയ്യും. സോ ഈ ഡ്രോയിങ്ങിൻ്റെ ആദ്യത്തെ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പെയിൻ ടൂളും ഡോഡ്ജ് ടൂളുമാണ് യൂസ് ചെയ്യുന്നത്. സോ പെയിൻ ടൂളും ഡോഡ്ജ് ടൂളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. പെയിൻ ടൂളിൽ നമ്മൾ കൊടുത്ത കളേഴ്സിനെ നമ്മൾ ബേണാക്കി കളയും, അതായത് കുറച്ചും കൂടി ഡാർക്ക് ആക്കി കളയും. ഡോഡ്ജ് ടൂൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന കളേഴ്സിൻ്റെ ബ്രൈറ്റ് ആകും. സോ കുറച്ചും കൂടി ബ്രൈറ്റ് ഏരിയ നമുക്ക് കിട്ടും. സോ ഞാനിത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സെലക്ഷൻ ടൂൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒബ്ജക്റ്റിലേക്ക് അതിൻ്റെ ബേൺ ടൂൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒബ്ജക്റ്റിലേക്ക് ഫിറ്റ് ചെയ്യും. സോ അതിനുവേണ്ടി ഒരു സേഫ് ഏരിയ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട പോർഷൻ മാത്രം ഞാൻ സെലക്ഷൻ ടൂൾ വെച്ച് സെലക്ട് ചെയ്തു. Dreaming in the dark, we are nothing more than dust. Search but you stay lost. We are reaching for the stars, but we're making this too hard. And I wonder where you are. Mysterious, that's the part you always show, 'cause you're too curious. Maybe you should take it slow. Mysterious, that's the part you always show, 'cause you're too curious. Maybe you should take it slow. സോ ഏകദേശം നമ്മളിപ്പോൾ ഷാഡോസ് വേണ്ടിയെടുത്ത് ഏതൊക്കെ ഷാഡോസ് എല്ലാം ചെയ്തു. നമുക്കൊരു പൈപ്പിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഷാഡോ ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇനി അടുത്ത ഹൈലൈറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ഞാൻ പുതിയൊരു ലെയർ ആഡ് ചെയ്യാം. സോ പുതിയൊരു ലെയർ എടുത്തു. അതിനുശേഷം ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് പ്യുവർ വൈറ്റ് അല്ല, തൊട്ട് താഴെയുള്ള ഒരു സ്കെയിലിലേക്കുള്ള കളർ എടുത്തു.
അതിനുശേഷം ബ്രഷിലേക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഹൈലൈറ്റ്സ് വേണ്ടെടുത്ത് നമുക്കൊന്ന് ഹൈലൈറ്റ്സ് കൊടുക്കാം. സോ ചെറുതായിട്ട് നമുക്ക് ബെൻഡ് വരുന്ന ഏരിയയിൽ ഇപ്പോൾ ബ്രാസിൻ്റെ ഒക്കെ ഹൈലൈറ്റ്സ് വരുന്ന എവിടെയെങ്കിലും നിങ്ങൾ റെഫറൻസ് നോക്കുക, ഫോട്ടോസിൽ നല്ല റെഫറൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ ഹൈലൈറ്റ്സ് വരുന്നുണ്ട്, ഒരു സിലിണ്ടറിൻ്റെ ഹൈലൈറ്റ്സ് എവിടേക്കായിരിക്കും എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ലെസൺ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് ഷാഡോസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഹൈലൈറ്റ്സ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു നമ്മളൊരു സ്പിയറിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് തന്നെ ആ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഇത് ഇത്തിരി കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ റെഫറൻസ് നോക്കുക, എവിടെയൊക്കെ ഹൈലൈറ്റ്സ് വരും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാക്സിമം നോക്കുക. സോ ഇതിൽ ബേസിക് ആയിട്ടുള്ളൊരു ഹൈലൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡോട്ട്സ് ടൂൾ വെച്ചിട്ട് വീണ്ടും നമ്മൾ നല്ലൊരു ഹൈലൈറ്റ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. സോ നമുക്ക് ഹൈലൈറ്റ്സ് ചെയ്യാം. ഹൈലൈറ്റ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷാർപ്പായിട്ടുള്ള ഏരിയയിൽ, അതായത് ഇപ്പോൾ സിലിണ്ടറിൻ്റെ ലൈറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ഏരിയയിലൊക്കെ ആണെങ്കിൽ ആ ഏരിയയിലൊക്കെ ഇത്രയും കൂടെ ലൈറ്റ്സ് കൂടുതലായിരിക്കും. സോ അവിടെ നമുക്ക് ഹൈലൈറ്റ്സ് ചെയ്യാം. സോ അല്ലെങ്കിൽ നട്ടിൻ്റെയൊക്കെ കുറച്ചും കൂടെ ഷാർപ്പ് ഏരിയ ഉണ്ട്. സോ ആ ഏരിയയിലൊക്കെ നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എൻവയോൺമെൻറ്റ് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് അതുപോലത്തെ ഷാർപ്പ് ഏരിയയിലൊക്കെ ആയിരിക്കും. സോ ആ ഏരിയയിലൊക്കെ ലൈറ്റ് കൊടുക്കുക. സോ ഞാനിപ്പോൾ ഒരു ബേസ് ആയിട്ടുള്ള നമ്മൾ ഹൈലൈറ്റ്സ് ഒക്കെ കൊടുത്തു. ഇനി കുറച്ചും കൂടെ ഡാർക്ക് ഷാഡോസ് കുറച്ചും കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ. സോ ബ്രാസിൻ്റെ ആണെങ്കിലും ക്രോം, ഗോൾഡൻ ഈ ഒരു ടോണിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ഏരിയ കൂടുതലായിരിക്കും. അതായത് നമ്മുടെ സറൗണ്ടിങ്ങിനുള്ള ഷാഡോസൊക്കെ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യും. ഈ പറയുന്ന ഷാഡോസും ഹൈലൈറ്റ്സും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുതലായിരിക്കും. നല്ല ലൈറ്റുള്ള സ്ഥലത്താണെങ്കിൽ നല്ല ഹൈലൈറ്റ്സ് ഉണ്ടാവും, നല്ല ഷാഡോസ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. ഞാനൊരു പുതിയ ലെയറും കൂടെ ഓൺ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് ഏരിയ കളേഴ്സ് ഡാർക്കിലേക്ക് മാറ്റിയിട്ട് ബ്രഷ് കൊണ്ട് തന്നെ നമ്മൾ ഡാർക്ക് വരേണ്ട ഏരിയ, ഷാഡോസ് വരേണ്ട ഏരിയ ഒന്നുകൂടെ ഡ്രോ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ക്രോം എഫക്റ്റ് കിട്ടും. Dreaming in the dark, we are nothing more than dust. You search but you stay lost. We are reaching for the stars, but we're making this too hard. And I wonder where you are. Mysterious, that's the part you always show. 'Cause you're too curious. Maybe you should take it slow. Mysterious, that's the part you always show. സോ നമ്മളിപ്പോൾ നമ്മുടെ ഷാഡോസിൻ്റെ ഏരിയ വർക്കൗട്ട് ചെയ്തു. സോ ഷാഡോസിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന ലെയേഴ്സിനെ കുറച്ചും കൂടി ഒന്ന് ഡാർക്കൺ ചെയ്യാൻ വേണ്ടി ഞാൻ ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ലെവൽ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഡാർക്കിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വരയ്ക്കുന്നതിന് കൂടുതൽ തന്നെ ഒരു ബേസ് വരച്ചതിന് ശേഷം നമ്മളത് ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ കിട്ടും. സോ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഷാഡോസ് എല്ലാം വർക്ക് ചെയ്യാം. ഇനി വേണ്ട ഏരിയയിലൊക്കെ ഷാഡോസൊക്കെ അപ്ലൈ ചെയ്യുക. കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ അവിടെയൊക്കെ ഷാഡോസ് നമുക്ക് കയറാം. കൂടുതൽ ഡാർക്ക് ഹൈലൈറ്റ്സ് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ബ്രാസ് അല്ലെങ്കിൽ ക്രോമിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും.
സോ ഇനി നമ്മൾ നമ്മുടെ ടാപ്പിന് നമ്മുടെ പൈപ്പിന് അതിൻ്റെ കളേഴ്സ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എല്ലാ ലെയേഴ്സും കൂടെ മെർജ് ചെയ്തു. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ലെയേഴ്സും നമ്മൾ ചെയ്തതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് അതിൽ ഒന്നിച്ച് നമുക്കൊരു കളർ അപ്ലൈ ചെയ്യാം. സോ ഒന്നിച്ച് കളർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷാഡോസും ഹൈലൈറ്റ്സും നമുക്ക് ഒരേ ടോൺ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു യെല്ലോയിഷ് ടിൻറ്റ്, യെല്ലോ റെഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ബ്രാസിൻ്റെ നിങ്ങൾ എക്സാമ്പിൾസ് നോക്കുക, നിങ്ങൾ പിക്ചേഴ്സ് കാണുക. സോ ബ്രാസിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് നോക്കുക. ഇത് പ്യുവറായിട്ടുള്ള ബ്രാസിന് പലതരത്തിലുള്ള ഷെയ്ഡ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഒരു യെല്ലോയിഷ് റെഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. സോ അതിനുശേഷം ഞാൻ ഒരു ലെയറും കൂടെ ആഡ് ചെയ്തു. സോ ഒരു ലെയറും കൂടെ ആഡ് ചെയ്ത് അത് കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ബേസിൻ്റെ ഒരു കോപ്പി നമ്മൾ സേഫായിട്ട് നമ്മൾ എടുത്ത് വെച്ച് നമുക്ക്. സോ അതുകൊണ്ട് നമ്മളൊരു ബേസ് ആയിട്ടുള്ളൊരു കോപ്പി എപ്പോഴും കീപ്പ് ചെയ്യുക. സോ അടുത്ത ഹൈലൈറ്റ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ലെയറിൽ വർക്ക് ചെയ്യുക. സോ അതിനുവേണ്ടി ഞാനാണെങ്കിൽ ഒരു പുതിയ ലെയർ എടുത്തു. അതിനുശേഷം നമ്മൾ ഡോൾച്ച് ടൂളിലേക്ക് വന്നു. അത് ബേൺ ടൂളിലേക്ക് വന്നു. സോ ബേൺ ടൂൾ വെച്ചിട്ട് ബേൺ ടൂളിൻ്റെ ഷാഡോസും ഹൈലൈറ്റ്സും മിഡ് ടോൺ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഫോട്ടോഷോപ്പ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇനി അതിനെക്കുറിച്ച് അറിയില്ലാത്തവർക്ക് കമൻറ്റിൽ കമൻറ്റ് ചെയ്യാം. സോ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകത്തിൽ ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. സോ ഞാനാണെങ്കിൽ ബേൺ ടൂൾ വെച്ചിട്ട് നമുക്ക് വേണ്ട ഷാഡോസ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാം. സോ എവിടെയൊക്കെ ഷാഡോസ് വരണം എന്നതിനെക്കുറിച്ചുള്ള. സോ ഇവിടെ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ ബേൺ ടൂൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ കൊടുത്ത സോൾട്ടിൻ്റെ കളറുണ്ടല്ലോ, ആ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വരുന്ന ഷാഡോസ്. സോ അതേ കളറിൻ്റെ ഡാർക്കസ്റ്റ് ഷാഡോസൊക്കെ ആയിരിക്കും നമുക്കിവിടെ വരും. സോ അതുകൊണ്ട് ബേൺ ടൂൾ നമുക്ക് ഇത്തിരി കൂടെ ഈസി ആയിട്ട് നമുക്ക് ഹൈലൈറ്റ്സും ഡാർക്ക് ഷാഡോസൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഏകദേശം നമ്മൾ ഷാഡോസും കാര്യങ്ങളൊക്കെ ബേൺ ടൂൾ വെച്ച് വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ലെവൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ചും കൂടി ഡാർക്ക് ഏരിയ വരാൻ വേണ്ടി ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഹൈലൈറ്റ്സ് വർക്കൗട്ട് ചെയ്യാം. സോ ഹൈലൈറ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഡോട്ട്സ് ടൂൾ നമ്മളെടുത്തു. ഡോട്ട്സ് ടൂൾ എടുത്ത് നമ്മൾ ആദ്യം ഹൈലൈറ്റ്സ് വർക്കൗട്ട് ചെയ്ത ഏരിയയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഹൈലൈറ്റ്സ് ഇതുപോലെ വർക്കൗട്ട് ചെയ്യാം. സോ ഡോട്ട്സ് ടൂൾ എടുക്കുക, നമ്മൾ ഒപ്പാസിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യുക. അതിനുശേഷം പതുക്കെ നമുക്ക് വരേണ്ട ഏരിയയിൽ മാത്രം വരച്ചെടുക്കുക. സോ ഹൈലൈറ്റ്സ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, ഹൈലൈറ്റ്സോ ഷെയ്ഡ്സോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലേയേഴ്സ് മൾട്ടിപ്പിൾ ലേയേഴ്സ് എടുക്കുക. അതായത് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. സോ അതിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ നിങ്ങൾക്ക് ആ ലേയേഴ്സ് കളഞ്ഞിട്ട് അടുത്ത ലെയറിൽ വർക്ക് ചെയ്യാം. സോ അങ്ങനെ നമ്മൾ ഡോട്ട്സ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യും. സോ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ബ്രാസിൻ്റെ ടാപ്പിൻ്റെ നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ്സ് ചെയ്യാം. സോ എവിടെയൊക്കെ ഹൈലൈറ്റ്സ് വരാം എന്ന് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ റെഫറൻസ് നോക്കുന്നില്ല. ഞാനിപ്പോൾ എനിക്കുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് റെഫറൻസ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ നീറ്റായിട്ടും കുറച്ചും കൂടെ റിയാലിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സോ അതുപോലെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ടോപ്പ് പോർഷനൊക്കെ നമ്മളിപ്പോൾ ഹൈലൈറ്റ്സ് ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഡയറക്ഷനാണ് ലൈറ്റ് വരേണ്ടത് നോക്കുക. അവിടെയൊക്കെ നമ്മൾ ഹൈലൈറ്റ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യും. Dreaming in the dark, we are nothing more than dust. You search but you stay lost. We are reaching for the stars, we are making this too hard, and I wonder where you are. Mysterious, that's the part you always show. 'Cause you're
സോ ഇനി നിങ്ങൾ ബേൺ ടൂളും ഡോഡ്ജ് ടൂളും ഒക്കെ വെച്ചിട്ട് മാക്സിമം റിയാലിറ്റിയിൽ കൊണ്ടുവരിക. എങ്ങനെ നമുക്കൊരു ബ്രാസിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ക്രോമിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാന്നുള്ളത് മാക്സിമം വരച്ച് നോക്കുക. അതിന് ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ റെഫറൻസ് കാണുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, റെഫറൻസ് കാണുക. റെഫറൻസ് അനുസരിച്ച് നമുക്ക് വരച്ച് നോക്കുക. പല പ്രാവശ്യം വരച്ച് നോക്കേണ്ടി വരും, തെറ്റിപ്പോയിന്ന് വരാം. അത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും വരയ്ക്കുക. അതാണ്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ വരച്ച കാര്യം തെറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. നമുക്കത് ഒരു ദിവസം നമുക്ക്, അല്ലെങ്കിൽ നമുക്കൊരു പല പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് വരും. We are dreaming in the dark. We are nothing more than dust. Search but you stay lost. We are reaching for the stars, but we're making this too hard. And I wonder where you are. Mysterious, that's the part you always show. 'Cause you're too curious. Maybe you should take it slow. Mysterious, that's the part you always show. 'Cause you're too curious. Maybe you should take it slow. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ബ്രാസിൻ്റെ കുറച്ച് ക്ലാവ് പിടിച്ചൊരു എഫക്റ്റ്, അല്ലെങ്കിൽ ചെറിയൊരു പൂക്കളേക്കുള്ള ചെറിയൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പുതിയ ലെയർ ഓൺ ചെയ്തു. അത് ഞാൻ മൾട്ടിപ്ലൈ കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമുക്ക് എവിടേക്കാണ് വേണ്ടത് അവിടെ എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലൊക്കെ, അതായത് വേറൊരു ഒബ്ജക്റ്റായിട്ട് ടച്ചായിട്ട് നിൽക്കുന്ന ഏരിയയിലൊക്കെ കുറച്ച് ഇതുപോലത്തെ എഫക്റ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ അവിടെയൊക്കെ ഞാനത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡിയിൽ കുറച്ച് ഒരു ബ്ലൂ ടിൻ്റ് ഞാൻ കയറ്റുന്നുണ്ട്. സോ അങ്ങനെയുള്ള എഫക്ട്സുകളൊക്കെ നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാം. That's the part you always show. 'Cause you're too curious. Maybe you should take it slow. Mysterious, that's the part you always show. 'Cause you're too curious. Maybe you should take it slow. സോ ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, അത് ഈ ടാപ്പിൻ്റെ റൈറ്റ് സൈഡ് കോർണർ, റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു ചെറിയൊരു ബോൾട്ടിൻ്റെ ഒരു എഫക്റ്റ്, അതായത് ടാപ്പ് ടൈറ്റ് ആക്കാൻ വേണ്ടി നമ്മളൊരു ബോൾട്ടിൻ്റെ ഒരു ചെറിയ ഷേപ്പ് കൂടെ ഉണ്ടാവും. സോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ആ ഒരു ഈക്വലായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. സോ എത്ര പോർഷൻ നമുക്ക് ചെയ്യണം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ റഫായിട്ട് ഞാനൊന്ന് ഒരു ലെയർ ഓൺ ചെയ്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈക്വലായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഞാനാണെങ്കിൽ നമ്മുടെ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് അത്ര ഏരിയ ഒന്ന് സെലക്ട് ചെയ്തു. ദെൻ ലെവലെടുത്ത് ഞാൻ എൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി. സോ അതുപോലത്തെ ഒരു ചെറിയൊരു ഷാർപ്പ് കട്ടുള്ള നമുക്കൊരു ബോൾട്ട് രീതിയിലുള്ളൊരു എഫക്റ്റ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ
സെൻട്രൽ പോർഷൻ ഞാൻ കുറച്ചൊന്ന് ഡാർക്ക് ആക്കാൻ പോവാണ്. സോ അത് ഞാൻ ലൈറ്റിംഗ് ഹ്യൂ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് നമ്മളത് കുറച്ചൊന്ന് ഡാർക്ക് ചെയ്തു, ഒന്ന് ലെവലിൽ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. സോ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള കളറിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു വാല്യൂ താഴത്തേക്ക് കിട്ടും. സോ സെയിം പ്രൊസീജിയർ തന്നെ ഏറ്റവും താഴെയുള്ള പോർഷനും നമ്മൾ അതുപോലെ അങ്ങ് ചെയ്യും. ഓക്കെ, സോ എനിക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് കിട്ടി. സോ ഇനി ഈ എഫക്റ്റിൽ ഞാൻ ഒരു ബോൾട്ടിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയിൽ ഞാൻ നന്നായിട്ട് ഡോഡ്ജ് ടൂൾ വെച്ചിട്ട് ഞാൻ എന്നാലും ഒരു ഹൈലൈറ്റ്സ് കൊടുത്തു. അതുപോലെ തന്നെ നട്ടിൻ്റെ താഴത്തേക്കുള്ള പോർഷനിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു എഫക്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്കൊരു നട്ട് ആയിട്ടുള്ളൊരു നട്ട് ബോൾട്ട് ആ റേഞ്ചിലുള്ളൊരു എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഫൈനൽ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഒന്ന് ഏരിയകളൊക്കെ ഒന്ന് ഫൈനൽ ട്യൂൺ ചെയ്യാൻ പോവാണ്. സോ എനിക്ക് ഷാർപ്പായിട്ട് വരേണ്ട ഏരിയകൾ മാത്രം, അതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ലൈനായിട്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ മാത്രം സെലക്ഷൻ ടൂൾ വെച്ച് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ലെവൽസിൽ പോയിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് ഹൈ ചെയ്യും. സോ നമുക്ക് ടോപ്പിലുള്ള ഇപ്പോൾ ഈ നെറ്റ് ബോൾട്ട് ആ റേഞ്ച് ഞാൻ പറയുമ്പോൾ, അപ്പോൾ സിലിണ്ടറിക് ആയിട്ടുള്ള ടോപ്പുകളിൽ നമുക്ക് ഹൈലൈറ്റ്സ് വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സോ നമുക്ക് ആ ഒരു പോർഷൻ ഒന്ന് ഡിഫറൻസ് ചെയ്ത് കിട്ടും. പല പല പോർഷന് മാറി മാറി നിൽക്കുന്ന പോലെ നമുക്കത് കിട്ടും. സോ ആ എഫക്റ്റ് നമുക്ക് ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. We are dreaming in the dark. We are nothing more than dust. Search but you stay lost. We are reaching for the stars, but we're making this too hard. And I wonder where you are. സോ ലാസ്റ്റ് ഞാനൊരു എല്ലാ ലെയേഴ്സും കൂടെ മെർജ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു സെപ്പറേറ്റ് ലെയർ ഓൺ ചെയ്തു. ഇത് ഞാൻ കുറച്ച് വാട്ടറിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. സോ അതിനുവേണ്ടി ഞാൻ പ്യുവർ വൈറ്റിലേക്ക് ചെന്നില്ല, എന്നാലും കുറച്ചൊരു വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബ്രഷ് വെച്ച് താഴത്തേക്ക് നമ്മൾ സ്ട്രോക്ക് ചെയ്യും. സോ വെള്ളത്തിൻ്റെ ആ ഒരു ഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഈ വരയ്ക്കുന്നത് ചെറുതായിട്ടുള്ള ഇത് വരയ്ക്കുക. അവിടെ പ്യുവറായിട്ട് വൈറ്റ് അപ്ലൈ ചെയ്യരുത്. പ്യുവറായിട്ട് വൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടറിൻ്റെ ഹൈലൈറ്റ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന പാടായിരിക്കും. ചില ആൾക്കാർ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ നിർത്തും. സോ അല്ലാണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് വാട്ടറിൻ്റെ ഹൈലൈറ്റ്സും കാണൊക്കെ വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു ലെയർ ആദ്യം വരച്ചതിന് ശേഷം കുറച്ചും കൂടെ ഹൈലൈറ്റ്സ് നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളേഴ്സ് നമുക്കവിടെ അപ്ലൈ ചെയ്യാം. സോ ആ വാട്ടറിൻ്റെ വേരിയേഷനൊക്കെ നമുക്കവിടെ കിട്ടും. ടാപ്പിൻ്റെ ഒരു അഡീഷണൽ എഫക്ട്സിന് വേണ്ടി ഞാനാണെങ്കിൽ ഒരു ലെയറും കൂടെ ഒന്ന് ആഡ് ചെയ്തു. സോ അതിൽ ഷാഡോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അത് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു ബ്ലൂ കളറിൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞ ഏരിയ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടാപ്പിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരു ഷാഡോ വർക്കൗട്ട് ചെയ്യും. ഒരു വൺ സൈഡ് ഷാഡോ ആണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ചില സമയത്ത് ഇത് വർക്കൗട്ട് ആവില്ല, ചില സമയത്ത് നമുക്കത് നന്നായിട്ട് തോന്നും. സോ അത് ചെറിയൊരു ഷാഡോ നമുക്കവിടെ കീപ്പ് ചെയ്യുക. അതുപോലെ നമുക്ക് വേണ്ട ഏരിയയിലൊക്കെ അതുപോലത്തെ ഷാഡോസ് കീപ്പ് ചെയ്യാം. സോ ഇത് പല പ്രാവശ്യം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. സോ അങ്ങനത്തെ ഷാഡോസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇതുപോലത്തെ ഷാഡോസൊക്കെ നമുക്ക് എക്സ്പെരിമെൻ്റൽ രീതിയിലോ അല്ലെങ്കിൽ രീതിയിലോ ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാം.
സോ നമ്മളിപ്പോൾ ഷാഡോസിൻ്റെ വർക്ക് കഴിഞ്ഞു. സോ ഒരു ലെയറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ കുറച്ച് എഫക്ട്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ടാപ്പിൻ്റെ മുകളിൽ തന്നെ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ എഫക്റ്റ് ഇതുപോലെ തന്നെ വൈറ്റ് കളേഴ്സ് എടുത്ത് ബ്രഷ് എടുത്ത് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. സോ ഇതുപോലത്തെ ഹൈലൈറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വാട്ടർ ഡ്രോപ്പിൻ്റെ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ആയി തുടങ്ങും. സോ അത് കൂടുതൽ ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ട് അതങ്ങ് വെക്കും. ഇവിടെ വാട്ടറിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സും നമുക്ക് ഷാഡോസ്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റും വരുമ്പോഴാണ് കറക്റ്റ് വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. സോ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ബ്ലാക്ക് ഏരിയ ഒക്കെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റെഫറൻസ് ഒക്കെ നോക്കുമ്പോൾ അനുസരിച്ച് മാക്സിമം എങ്ങനെ റിയാലിറ്റി കൊണ്ടുവരാൻ പറ്റും അത്രയും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. സോ നമ്മുടെ ടാപ്പിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞു, ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. സോ ലാസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനൊന്ന് അലൈൻ ചെയ്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. സോ ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രീൻ കളർ ഒരു യെല്ലോ ടിൻ്റുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അത് ടാപ്പിൻ്റെ കുറച്ച് ലെവലിലേക്ക് പോയിട്ട് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, കുറച്ചും കൂടി ഒന്ന് റിയാലിറ്റിയിൽ വരാൻ വേണ്ടി. പിന്നെ നമുക്ക് അതിൻ്റെ ആഡ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോയിങ് എഫക്റ്റ്. അത് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ആ ഒരു പോർഷനിലേക്ക് കുറച്ച് ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അതേ ബ്രാസിൻ്റെ തന്നെ അതേ ഒരു യെല്ലോയിഷ്, അതായത് മാക്സിമം ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ എടുത്തിട്ട് അതിനെ നമ്മൾ ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്ത് ബ്രഷ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രഷിലേക്ക് ഒരു ഫെദറുള്ള ഒരു ബ്രഷിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ ഒന്ന് വരച്ചു കൊടുത്തു. സോ അത് ഒപ്പാസിറ്റി കൂടുതൽ ഇടാൻ പാടില്ല. ഒരു ഒപ്പാസിറ്റി നമുക്കൊരു 10-20 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ 10-15 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടും. സോ ഇതുപോലത്തെയുള്ള എഫക്ട്സുകൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ചെറിയ ചെറിയ പീസുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉടനെ നമ്മൾ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയൊരു ലാൻഡ്സ്കേപ്പായിട്ടുള്ള ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ മടുത്തു പോകും, പിന്നെ നമ്മൾ ഇട്ടു പോകും. സോ അതിന് പകരം നമ്മൾ ഇതുപോലത്തെ ചെറിയ ഒബ്ജക്റ്റ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ ഒബ്ജക്റ്റുകൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടാവും. വലിയ ക്യാൻവാസിലേക്ക് കയറുമ്പോൾ, വലിയ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന മാറ്റ് പെയിൻറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇത്രയും കൂടെ കോൺഫിഡൻ്റ് ആവും. അതുപോലെ തന്നെ ഇത് VFX നിങ്ങളുടെ കോമ്പോസിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ വേണ്ടി ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. സോ സീ യു.